ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ച പുറത്തു പോകുന്ന രണ്ടുപേര് റെന ഫാത്തിമ അതേപോലെ തന്നെ ആര്യൻ കഠാരിയ എന്നിവർ. രണ്ടുപേരുടെയും എവിക്ഷൻ നമ്മൾ കാണാനായിട്ട് പോകുന്നത് സൺഡേ എപ്പിസോഡിലാണ്, അതായത് നാളെ. ഇവർ രണ്ടുപേരും പുറത്താവാനുള്ള കാരണങ്ങൾ പറയാനാണെങ്കിൽ ആദ്യം ആര്യന്റെ കാര്യം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാമല്ലേ. ആര്യൻ ഒരു നല്ല ഗെയിമറായിരുന്നു, ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ ആ ഗെയിമിന് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു സ്വീകാര്യത ലഭിച്ചില്ല. ബിഗ് ബോസിനകത്ത് നമ്മൾ എന്ത് ഗെയിം കളിച്ചാലും അത് പ്രേക്ഷകരെ മറന്ന് കളിക്കരുത്. ഇത് കാണാൻ ആളുണ്ട് എന്നുള്ളൊരു മിനിമം ഒരു ബോധമെങ്കിലും നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് വേണം കളിക്കാനായിട്ട്. ആര്യന് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം ഇതാണ്. ഫണ്ണാണെന്ന് വിചാരിച്ച് ചെയ്ത പല കാര്യങ്ങളും പുറത്ത് ആര്യന് വളരെയേറെ നെഗറ്റീവ് വാങ്ങിക്കൊടുത്തിരുന്നു. അത് ഈ പറഞ്ഞ ഓഡിയൻസ് ഗെയിം ഇല്ല എന്നൊരു കാരണം കൊണ്ടാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു പോയിന്റ് ആണ് ഗ്രൂപ്പിസം. ബിഗ് ബോസിനകത്ത് ഗ്രൂപ്പിസം കളിക്കുന്നത് വലിയ അപരാധമൊന്നുമല്ല. ഗ്രൂപ്പിസം കളിച്ച് ജയിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ആര്യന്റെ കേസിൽ അത് ആര്യന്റെ ഗെയിമിനെ നശിപ്പിച്ചൊരു സംഭവമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആര്യനൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ഗെയിം കളിച്ച് മുന്നേറേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പ്രേക്ഷകരുടെ ഇഷ്ടവും പിടിച്ചു പറ്റിയാനെ. ജിസേലിനോടും അക്ബറിനോടും ഒക്കെ ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തും ആര്യൻ കുറെ ഫേവററ്റിസം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷകരുടെ ഇടയിൽ ആര്യൻ ഒരുപാട് നെഗറ്റീവായി. പിന്നെ എന്താണ് അഹങ്കാരം അഥവാ അരഗൻസ്. ഇത് വാക്കിലോ നോക്കിലോ ഗോഷ്ഠിയിലോ ഒന്നും മലയാളി പ്രേക്ഷകര് ടോളറേറ്റ് ചെയ്യില്ല, വെച്ച് പൊറുപ്പിക്കില്ല. സിമ്പിൾ ആയിട്ടുള്ള ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്ന ആളുകളെ കാണാനാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പൊതുവെ ഇഷ്ടം. ഇതൊക്കെയാണ് ആര്യൻ പുറത്താവാനുള്ള മെയിൻ കാരണങ്ങൾ. 50 ദിവസം തികച്ച് ആര്യൻ പുറത്തു പോകാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. റെന ഫാത്തിമയുടെ കേസിലും ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ജിസേലിന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് മസാജ് ചെയ്ത് ഫേവർ ചെയ്ത് വാതുരാതെ വാദിച്ച് റെനയുടെ കുറെ ദിവസങ്ങൾ പോയിട്ടുണ്ട്. അക്ബർക്കും ആര്യനും ഒക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ഗെയിം റെന അവിടെ കളിച്ചിട്ടില്ല. ആര്യനെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം നെഗറ്റീവ് ഗെയിം ഒന്നും റെന കളിച്ചിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഏജിൻ്റെതായിട്ടുള്ള എല്ലാ ലിമിറ്റ്സും പുഷ് ചെയ്ത് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊച്ചാക്കാൻ വന്നവരിൽ കുറെ പേരെങ്കിലും വായടപ്പിച്ച് ഇരുത്താനായിട്ട് റെനയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് റെന ഒരു ആവറേജ് ഗെയിമർ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റെന ഫാത്തിമ ആൻഡ് ആര്യൻ കഠാരിയ ഇവരുടെ എവിക്ഷൻസിനെ പറ്റി ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അക്ബറിന്റെ ഗ്രൂപ്പ് ഏകദേശം പൊളിഞ്ഞ മട്ടാണ് കേട്ടോ. കാരണം ആളില്ല അവിടെ. ഇതോടെ അവിടെയുള്ള എല്ലാവർക്കും ക്ലൂ കിട്ടും അക്ബറിന്റെ ഗ്രൂപ്പ് പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ളൊരു കാര്യം. വൈൽഡ് കാർഡുകളായിട്ടുള്ള 2 പേരും അല്ലെ 3 പേരും അതിനകത്ത് ചേരത്തില്ല. അതൊക്കെ വേറെ കാര്യം. ബാക്കിയുള്ളവരെ അതിനകത്ത് കയറാനായിട്ടുള്ള സാധ്യതകളുള്ളൂ. ഒനീല്, അഭിലാഷ് ഇവരൊക്കെ അക്ബറിനോട് ചായ്വ് കാണിക്കുന്നവരാണെങ്കിലും ഇവരുടെ ഗെയിം ഇനി ഏത് രീതിയിൽ മാറും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ അക്ബർ ഇനി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവോ? അവസാനമെങ്കിലും അക്ബർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവോ? കണ്ടറിയാം. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ അക്ബറിന് കൊള്ളാം കേട്ടോ. ഇത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.